നമസ്കാരം. അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് നിരുത്തരവാദിത്തപരമെന്ന് സുപ്രീം കോടതി നിരീക്ഷണം വന്നിരിക്കുകയാണ്. വിഷയത്തിൽ സ്വതന്ത്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കവെയാണ് ഇങ്ങനെയൊരു പരാമർശം കോടതി നടത്തിയിരിക്കുന്നത്. കേന്ദ്രത്തിനും സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറലിനും കോടതി നോട്ടീസ് അയച്ചു. ജൂലൈ 12 പുറത്തിറക്കിയ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പ്രാഥമിക റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ തൃപ്തികരമല്ലെന്നാണ് കോടതിയുടെ നിരീക്ഷണം. AAIBയുടെ പ്രാഥമിക റിപ്പോർട്ടിൽ ഇന്ധന കട്ട് ഓഫ് സ്വിച്ചുകൾ റൺ എന്നതിൽ നിന്ന് കട്ട് ഓഫ് എന്നതിലേക്ക് മാറ്റിയതാണ് അപകട കാരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പൈലറ്റിൻ്റെ പിഴവാണെന്ന തരത്തിലാണ് റിപ്പോർട്ട്. എന്നാൽ ഇതിനെതിരെ മരിച്ച പൈലറ്റ് സുമിത് സബർവാളിൻ്റെ പിതാവ് പുഷ്കരാജ് സബർവാൾ രംഗത്ത് വന്നിരുന്നു. AAIBയുടെ റിപ്പോർട്ടിൽ അപകട കാരണം തൻ്റെ മകനാണെന്ന് റിപ്പോർട്ടിൽ ഉണ്ടാകുമോ എന്ന് ആശങ്കയുണ്ടെന്നും നേർവഴിയിലേക്ക് നയിക്കാൻ കേന്ദ്ര സർക്കാർ നേരിട്ട് അന്വേഷണത്തിന് നേതൃത്വം നൽകണമെന്നും ആവശ്യപ്പെട്ട് പുഷ്കരാജ് കേന്ദ്രത്തിന് കത്തയച്ചിരുന്നു. അതേസമയം അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ ബോയിങ്ങിനും കോക്പിറ്റിലെ ഇന്ധന സ്വിച്ച് മാറ്റിയ ഹണിവെൽ ഇന്റർനാഷണലിനുമെതിരെ അമേരിക്കയിൽ കേസ് ഫയൽ ചെയ്ത് മരിച്ചവരുടെ കുടുംബം രംഗത്തെത്തിയിരുന്നു. അമേരിക്കയിലെ ഡെലവെയറിലെ കോടതിയിലാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇന്ധന സ്വിച്ച് തകരാറിലായതാണ് അപകട കാരണമെന്നാണ് കുടുംബങ്ങൾ ആരോപിക്കുന്നത്. ഇതാദ്യമായാണ് അഹമ്മദാബാദ് വിമാനാപകടത്തിൽ US കേസ് ഫയൽ ചെയ്യുന്നത്. ബോയിങ് 7878 ഡ്രീം ലൈനറിലെ സ്വിച്ചിൻ്റെ ലോക്കിംഗ് സംവിധാനം അശ്രദ്ധമായി ഓഫായത് കാണാതാവുകയോ ചെയ്തതാണ് ഇന്ധന വിതരണം നഷ്ടപ്പെടാൻ കാരണമായത്. ഇതാണ് അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് കുടുംബങ്ങൾ പരാതിയിൽ പറയുന്നത്. അപകടത്തിൽ 260 പേർ മരിച്ചിരുന്നു. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ബോയിങ് വിമാനമാണ് നിമിഷങ്ങൾക്കുള്ളിൽ തകരാർ കാരണം നിലംപതിച്ചത്. ബോയിങ്ങും കോക്പിറ്റിലെ ഇന്ധന സ്വിച്ചുകൾ മാറ്റിയ ഹണിവെല്ലും കാരണം എന്നാണ് ഡെലവെയർ സുപ്പീരിയർ കോടതിയിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച ഫയൽ ചെയ്ത കേസിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾ ആരോപിക്കുന്നത്. അപകടത്തിൽ പെടുമ്പോൾ 230 യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ഒരാൾ ഒഴികെ മറ്റെല്ലാവരും അപകടത്തിൽ മരിച്ചു. 1.25 ലക്ഷം ലിറ്റർ ഇന്ധനമാണ് വിമാനത്തിൽ അപകട സമയത്തുണ്ടായിരുന്നത്. വിമാനം പറന്നുയർന്ന് ഉച്ചയ്ക്ക് 2:09 ATCയിലേക്ക് മെയ്ഡേ കോൾ ലഭിച്ചു. ഇതിന് പിന്നാലെ തിരികെ വിമാനത്തിലെ കോക്പിറ്റുമായി ATC ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ബന്ധം നഷ്ടപ്പെട്ടു. ഈ സമയത്ത് വിമാനം തകർന്നു വീഴുകയായിരുന്നു. ഒരേ സമയം 2 എഞ്ചിനുകളും പ്രവർത്തനരഹിതമായതാണ് വലിയ ദുരന്തത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ. വിമാനത്തിൽ പക്ഷി ഇടിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം ഇന്ധന സ്വിച്ച് ഓഫായതിനെ ചൊല്ലിയുള്ള അന്വേഷണങ്ങളും നടന്നിരുന്നു. 260 പേരുടെ ജീവനെടുത്ത അഹമ്മദാബാദ് വിമാനാപകടത്തിൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ എല്ലാവർക്കും ഒരു ഞെട്ടലാണ് ഉണ്ടായത്. വിമാനം പറന്നുയർന്ന 32 സെക്കൻഡിൽ ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫായതാണ് അപകട കാരണമെന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. സ്വിച്ചുകൾ തകരാറാകാൻ സാധ്യതയുണ്ടെന്ന് 2018 ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടും എയർ ഇന്ത്യ പരിശോധിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിമാനാപകടം നടന്ന് 1 മാസം കഴിഞ്ഞപ്പോഴാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അധികൃതർ പുറത്തുവിടുന്നത്. ദുരന്തം നടക്കുന്നതിന് തൊട്ടു മുൻപ് പൈലറ്റുമാർ തമ്മിൽ നടന്ന സംഭാഷണത്തിൻ്റെ ചെറിയ ഭാഗവും റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. എന്തിനാണ് ഓഫ് ചെയ്തതെന്ന് ഒരു പൈലറ്റ് ചോദിക്കുന്നതും താൻ ഓഫ് ചെയ്തില്ലെന്ന് സഹ പൈലറ്റ് മറുപടി നൽകുന്നതും കോക്പിറ്റ് ഓഡിയോയിൽ വ്യക്തമാണ്. വിമാനത്തിലെ പൈലറ്റ് ഇൻ കമാൻഡായ സുമിത് സബർവാളും സഹ പൈലറ്റ് ക്ലേവ് കുന്ദറും തമ്മിലാണ് ഈ സംഭാഷണം. എന്നാൽ ആരാണ് ചോദ്യം ചോദിച്ചതെന്നും ആരാണ് മറുപടി നൽകിയതെന്നും റിപ്പോർട്ടിൽ വ്യക്തമല്ലായിരുന്നു. എന്തായാലും കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ അന്വേഷണം നീതിയുക്തമാണോ എന്നും വേഗത്തിലാണോ എന്നും പരിശോധിക്കാൻ കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്.